ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞിരുന്നു അതിൽ നിന്ന് 2 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുക. അതിലൊരു ടൈപ്പാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് അതിൽ ചോദിച്ചിരുന്നു. അതേപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടൈപ്പാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാണ്. നമുക്ക് അപ്പോൾ ക്ലാസ്സിലോട്ട് പോവാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ എവറി ഇൻറ്റീജർ n പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n is divisible by 4 using principle of mathematical induction. അത് ഞാനങ്ങനെ ഷോർട്ടായിട്ട് PM എന്ന് എഴുതിയിരിക്കുകയാണ്. വായിക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുള്ളായിട്ട് തന്നെ എഴുതിക്കാണ് കേട്ടോ. ഞാനിവിടെ ബോർഡിൻ്റെ സ്പേസ് കാരണം അങ്ങനെ എഴുതിയൊന്ന് മാത്രം. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു ചെയ്തത്? ആദ്യം ആ P(n) എടുത്ത് എഴുതി, എന്നിട്ട് നമ്മൾ P(1) ട്രൂ ആണെന്ന് കണ്ടു. പിന്നെ എന്ത് ചെയ്തു? P(k) ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് P(k+1) ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. P(k+1) ട്രൂ ആണെങ്കിൽ എന്താണ്? ആ P(n) കംപ്ലീറ്റ് ട്രൂ ആണ്. അങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ക്ലോസ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും ചെയ്യാം. പക്ഷേ സ്റ്റെപ്സിൽ ചെയ്യുന്നതിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്ത് എഴുതി? P(n) നമ്മൾ എഴുതി. P(n) എന്താണ്? 7 raised to n minus 3 raised to n is divisible by 4. ഇത് ഡിവിസിബിൾ ബൈ 4 എന്നുള്ളതിനെ ഞാൻ ഷോർട്ടാക്കി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. D(4) എന്ന് എഴുതിയിരിക്കുന്നത് ഡിവിസിബിൾ ബൈ 4 എന്നാണ്. അപ്പോൾ ആദ്യം അത് എഴുതി. എന്നിട്ട് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? P(1) കാണണം. P(1) ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. P(1) കൊടുത്തു നോക്കി. P(n) ഇതാണെങ്കിൽ 7 raised to n minus 3 raised to n ആണെങ്കിൽ P(1) എന്തായിരിക്കും? n-ന് പകരം 1 കൊടുക്കുക അല്ലേ? അപ്പോൾ എന്ത് വരും? 7 raised to n-ന് പകരം എന്തെന്ന് കൊടുത്തു? 7 raised to 1 എന്ന് കൊടുത്തു. മൈനസ് 3 raised to n-ന് പകരം എന്ത് കൊടുത്തു? 3 raised to 1 എന്ന് കൊടുത്തു. 7 raised to 1 മൈനസ് 3 raised to 1 എന്താണ്? 7 raised to 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. മൈനസ് 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? അപ്പോൾ അതെന്താണ്? ഡിവിസിബിൾ ബൈ 4 അല്ലേ? നമുക്ക് 4 കിട്ടി. അപ്പോൾ 4 എന്നുള്ളത് ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ എന്താണ് അപ്പോൾ? P(1) ട്രൂ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ P(k) ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ എന്ത് എഴുതി? അസ്യൂം ദാറ്റ് P(k) എന്താ? P(k) P(n) ഇതാണെങ്കിൽ n-ന് പകരം k കൊടുക്കാം. 7 raised to k minus 3 raised to k is divisible by 4. അത് നമ്മൾ അസ്യൂം ചെയ്തു. അത് ട്രൂ ആണെന്ന്. അസ്യൂം ദാറ്റ് P(k) equal to 7 raised to k minus 3 raised to k is divisible by 4 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ P(k+1) എന്തായിരിക്കും? 7 raised to kക്ക് പകരം k+1 ആവും. 7 raised to k+1 മൈനസ് 3 raised to k+1 എന്ന് കണ്ടു. നമുക്ക് എന്ത് കിട്ടും? 7 raised to k+1 മൈനസ് 3 raised to k+1 എന്ന് കിട്ടും. ഇനി നമ്മൾ ലോ ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ചിട്ട് 7 raised to k+1 എന്ന് പറഞ്ഞാൽ എന്താ? 7 raised to k ഇൻറ്റു 7 raised to 1 ലോ ഓഫ് എക്സ്പോണൻസ്. അപ്പോൾ എന്ത് എഴുതി? 7 raised to k+1 പകരം എന്ത് എഴുതി? 7 raised to k ഇൻറ്റു 7 raised to 1 എന്ന് എഴുതി. മൈനസ് ഇവിടെ അതേപോലെ തന്നെ എഴുതി. 3 raised to k+1 എന്ന് പറഞ്ഞാൽ എന്ത് എഴുതി? 3 raised to k ഇൻറ്റു 3 raised to 1 എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? ഇനിയാണ് ഒരു സ്റ്റെപ്പ് ശ്രദ്ധിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ആദ്യം നമ്മൾ ഈ സ്റ്റെപ്പ് 7 raised to k ഇൻറ്റു 7 raised to 1 എന്ന് എഴുതാം. കണ്ടോ? അതവിടെ എഴുതി. 7 raised to k ഇൻറ്റു 7 raised to 1 എന്ന് എഴുതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അടുത്തത് മൈനസ് ഇട്ടതിന് ശേഷം നോക്കാം. ഇവിടെ 7 raised to k അല്ലേ? 7 raised to k ഫസ്റ്റിലെ 7 raised to k എടുക്കുക. ഇൻറ്റു ഇതിൽ ലാസ്റ്റിലെ 3 raised to 1 എടുത്തിട്ട് ഇവിടെ മൈനസ് ചെയ്യാം. എന്തെഴുതി? മൈനസ് 7 raised to k ഇൻറ്റു 3 raised to 1. ഈ 7 raised to k എന്നുള്ള എന്താണ്? ഫസ്റ്റ് കണ്ടോ? 7 raised to k. ഇനി ഇൻറ്റു 3 raised to 1 എന്നുള്ളത് ഈ ലാസ്റ്റ് 3 raised to 1. അവിടെ മൈനസ് ഇട്ടിട്ട് അത് എഴുതി. മൈനസ് എഴുതിയാൽ നേച്ചുറലി അത് എന്ത് ചെയ്യണം?
നമ്മൾ പ്ലസ് ഇടണം അല്ലേ, അല്ലെങ്കിൽ ഇത് ആൻസർ വാല്യൂ ശരിയാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, അത് തന്നെ ഇവിടെ സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് വീണ്ടും അത് തന്നെ ആഡ് ചെയ്യാം. എന്താണോ ഇവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തത്, -7 k ഇൻറ്റു 3 ആണ് അല്ലേ. അപ്പോൾ അത് തന്നെ പ്ലസ് ചെയ്തു, 7 k ഇൻറ്റു 3 എഴുതി. ലാസ്റ്റ് ടൈം അതേപോലെ തന്നെ ഇവിടെ എന്താ -3 k ഇൻറ്റു 3 അല്ലേ, അത് അതേപോലെ തന്നെ ഇവിടെ എഴുതി, -3 k ഇൻറ്റു 3 എന്ന് എഴുതി. ഇതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ്. ക്ലിയർ ആയല്ലോ? എന്താണ് അത് ചെയ്തത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ 7 k ഇൻറ്റു 7 എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, സബ്ട്രാക്റ്റ് ചെയ്യുക, മൈനസ് ഇട്ടിട്ട് എന്ത് എഴുതണം, 7 k ഇവിടുത്തെ ഫസ്റ്റ് ഇത് എടുത്തിട്ട് എഴുതുക, 7 k പിന്നെ ലാസ്റ്റും ഇൻറ്റു 3 അപ്പോൾ എന്ത് എഴുതി, -7 k ഇൻറ്റു 3 എന്ന് മൈനസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, വാല്യൂ ഇതിൻ്റെ മുഴുവൻ വാല്യൂ മാറാതിരിക്കാനായിട്ട് മൈനസ് ചെയ്താൽ ഉടനെ നമ്മൾ പ്ലസ് ചെയ്യുക, 7 k ഇൻറ്റു 3 എന്ന് എഴുതി. ഇത് ലാസ്റ്റ് അതേപോലത്തുള്ളത് അതേപോലെ തന്നെ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഓക്കെ, ഇവിടെ ഇതെടുക്കാം, 7 k ഇൻറ്റു 7 -7 k ഇൻറ്റു 3 എന്നതും നമുക്ക് 7 k കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, 7 k കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബാക്കി ഇവിടെ ആരുണ്ട്, 7 k എന്നതിൽ നിന്ന് ഇൻറ്റു 7 നിന്ന് 7 k കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി 7 ഉണ്ട്, മൈനസ് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ നിന്ന് 7 k പോയാൽ 3 ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടി, 7 k ഇൻറ്റു 7 -3 എന്ന് കിട്ടി. ഇനി അടുത്ത് ഇവിടെ നിന്ന് പ്ലസ്, ഇതിൽ നിന്ന് ഈ പാർട്ടിൽ നിന്ന് നമ്മൾ ഈ പാർട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എന്തെടുത്തു, 7 k എടുത്തു. ഈ പാർട്ടിൽ നിന്ന് 3 നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ഇവിടെ നിന്ന് 3 എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്, 7 k മൈനസ് ബാക്കി ഇവിടെ എന്തുണ്ട്, 3 പോയാൽ 3 k. അപ്പോൾ എന്ത് കിട്ടി, 3 ഇൻറ്റു 7 k -3 k എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി നോക്കിയേ, 7 -3 എന്താണ്, 7 എന്ന് പറഞ്ഞാൽ 7 ആണ്, -3 എന്ന് പറഞ്ഞാൽ 3 ആണ്. 7 - 3 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങളൊരു സ്റ്റെപ്പ് ഇതിനെ ക്ലിയർ ആക്കിയിട്ട് 7 = 7 - 3 = 4 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 k ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലേ. ഈ പാർട്ട് അപ്പോൾ ഇവിടെ നമുക്ക് 4 കിട്ടിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ എന്തായി, ഡിവിസിബിൾ ബൈ 4 ആയി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് 3 ഇത് 3 ആണ്, ഇൻറ്റു 7 k -3 k. നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തത്, അസ്യൂം P of k 7 k -3 k എന്നുള്ളത് നമ്മൾ ഡിവിസിബിൾ ബൈ 4 ആണ് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ട് എന്ത് കിട്ടി, ഇതും നമുക്ക് ഡിവിസിബിൾ ബൈ 4 എന്ന് കിട്ടി. അപ്പോൾ എന്തായി, ഇതും ഡിവിസിബിൾ ബൈ 4 പ്ലസ് ഇതും ഡിവിസിബിൾ ബൈ 4. അപ്പോൾ എന്താ സം എന്താണ്, ടോട്ടൽ ഡിവിസിബിൾ ബൈ 4 അല്ലേ, = ഡിവിസിബിൾ ബൈ 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തായി, P of k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ആയില്ലേ. അപ്പോൾ എന്ത് എഴുതാം, ഇതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നത്, P of k + 1 is true, hence by എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റീജർ. അതായിരുന്നു ക്വസ്റ്റ്യൻ, ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റീജർ. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റീജർ n. ക്ലിയർ ആയല്ലോ? ഇനിയുള്ള ക്വസ്റ്റ്യൻസും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാണ്ടത്, രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോസിൽ ചെയ്യുന്നത് ഞാൻ പറയാറുള്ളത് പോലെ, ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ തന്നെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്, പിന്നെ സാധ്യതകളും ചോദിക്കാൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇനി 2 കൂടിയും നമുക്ക് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്, വളരെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഇത് സ്റ്റെപ്സൊക്കെ ഏകദേശം ഒന്നാണ്, സ്റ്റെപ്സൊക്കെ സെയിം ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് P of n such that x raised to n minus y raised to n is divisible by x minus y. P of n എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, x raised to n minus y raised to n is divisible by x minus y.
അതിൽ 2 ക്വസ്റ്റ്യനാണ്, എയും ബി ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുകയാണ്. സത്യത്തിൽ നമ്മൾ മുമ്പ് ചെയ്ത അതേ സ്റ്റെപ്സൊക്കെ തന്നെയാണ്, പക്ഷേ ഇവിടെ 2 സബ് ക്വസ്റ്റ്യൻസ് ആയി ചോദിച്ചിരിക്കുന്നു. എന്താണ് ക്വസ്റ്റ്യൻ എ? ഷോ ദാറ്റ് പി ഓഫ് 1 ഇസ് ട്രൂ. ക്വസ്റ്റ്യൻ ബി, യൂസിങ് principle of mathematical induction, verify p of 1 is true for all natural numbers. നേരത്തെ പോലെ തന്നെയാണ്, പക്ഷേ 2 സബ് ക്വസ്റ്റ്യനായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് മാത്രം. ഇനി 2 എണ്ണമായിട്ട് ചോദിച്ചില്ലെങ്കിലും നമ്മളത് 2 എണ്ണം ചെയ്യണം. അങ്ങനെയാണ് ഈ PMI ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ എയുടെ ആൻസർ എന്തായിരിക്കും? എന്താണ് പി ഓഫ് എൻ? പി ഓഫ് എൻ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ മൈനസ് വൈ റേസ് ടു എൻ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. അതാണ് പി ഓഫ് എൻ. അപ്പോൾ പി ഓഫ് 1 എന്താ? ക്വസ്റ്റ്യൻ എയുടെ ആൻസർ പി ഓഫ് 1 എന്ന് പറയുന്നത് എന്നിന് പകരം 1 കൊടുക്കുക. എക്സ് റേസ് ടു 1 മൈനസ് വൈ റേസ് ടു 1. എക്സ് റേസ് ടു 1 മൈനസ് വൈ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് വൈ. അത് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ അല്ലേ? അപ്പോൾ എന്തായി? പി ഓഫ് 1 പ്രൂവ് ആയി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? പി ഓഫ് എൻ ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യാം? പി ഓഫ് കെ അസ്യൂം ചെയ്യുക ട്രൂ ആണെന്ന്. അപ്പോൾ പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ ഈസ് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ. അത് അസ്യൂം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? പി ഓഫ് കെ പ്ലസ് 1 കാണണം. എന്താണ് പി ഓഫ് കെ പ്ലസ് 1? പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറയുന്നത് എക്സ് റേസ് ടു കെക്ക് പകരം കെ പ്ലസ് 1, എക്സ് റേസ് ടു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് എല്ലാം തന്നെയാണ് ഇവിടെയുള്ളത്. എക്സ് റേസ് ടു കെ പ്ലസ് 1നെ ബൈ ലോ ഓഫ് എക്സ്പോണൻസ് എന്ത് ചെയ്താം? എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് റേസ് ടു 1 എന്ന് എഴുതി. മൈനസ് വൈ റേസ് ടു കെ പ്ലസ് 1നെ എന്തെന്ന് എഴുതാം? വൈ റേസ് ടു കെ ഇൻറ്റു വൈ റേസ് ടു 1 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതുക. എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് റേസ് ടു 1 എന്ന് എഴുതി. എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് റേസ് ടു 1 എന്ന് എഴുതി. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് എന്തൊക്കെയാണ്? ഇവിടുത്തെ ഫസ്റ്റിൻ്റെയും ലാസ്റ്റിൻ്റെയും പ്രോഡക്റ്റ് എക്സ് റേസ് ടു കെ ഇൻറ്റു വൈ റേസ് ടു 1. കണ്ടോ? മൈനസ് എക്സ് റേസ് ടു കെ ഇൻറ്റു വൈ റേസ് ടു 1. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത എന്താ വരിക? ഇത് മൈനസ് ആയതുകൊണ്ട് അത് തന്നെ പ്ലസ് ചെയ്യുക. പ്ലസ് ഇത് തന്നെ വീണ്ടും എഴുതാം. എക്സ് റേസ് ടു കെ ഇൻറ്റു വൈ റേസ് ടു 1 എന്ന് എഴുതി. മൈനസ് ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? വൈ റേസ് ടു കെ ഇൻറ്റു വൈ റേസ് ടു 1. അത് അതേപോലെ തന്നെ എഴുതി. വൈ റേസ് ടു കെ ഇൻറ്റു വൈ റേസ് ടു 1 എന്ന് എഴുതി. ഇനി ഇതിലെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഇത് 2 പാർട്ടാക്കി. എങ്ങനെ? ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മൾ എക്സ് റേസ് ടു കെ കോമൺ ആയിട്ട് എടുക്കാം. എക്സ് റേസ് ടു കെ ഇൻറ്റു, അപ്പോൾ ബാക്കി ആരുണ്ട്? എക്സ് റേസ് ടു 1 ഉണ്ട് ഇവിടെ വൈ റേസ് ടു 1 ഉണ്ട്. എക്സ് റേസ് ടു കെ ഇൻറ്റു എക്സ് റേസ് ടു 1 മൈനസ് വൈ റേസ് ടു 1 എന്ന് കിട്ടും. പ്ലസ് ഈ പാർട്ടിൽ നിന്ന് നമ്മൾ വൈ റേസ് ടു 1 കോമൺ ആണ്, അതെടുക്കാം. വൈ റേസ് ടു 1 ഇൻറ്റു ബാക്കി ആരുണ്ട്? എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ. ക്ലിയർ ആയല്ലോ? അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? എക്സ് റേസ് ടു 1 മൈനസ് വൈ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് മൈനസ് വൈ ആണ് അല്ലേ? അപ്പോൾ ഈ പാർട്ട് എക്സ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ ഇതെന്തായി? ഈ പാർട്ട് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. ഇനി രണ്ടാമത്തെ പാർട്ട് എക്സ് റേസ് ടു കെ മൈനസ് വൈ റേസ് ടു കെ നമ്മൾ അസ്യൂം ചെയ്തതാണ്, അത് ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ ഇതും ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. ഈ പാർട്ടും ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. ഇതും ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഇതിൻ്റെ ഈ സം എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ എക്സ് മൈനസ് വൈ ആണ്. പ്രൂവ് ആയല്ലോ? അപ്പോൾ എന്തെന്ന് എഴുതാം? therefore p of k plus 1 is true, hence by principle of mathematical induction the statement is true for all natural numbers. ഇങ്ങനെ ഈ പ്രോബ്ലം കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രൂവ് ദാറ്റ് n into n plus 1 into n plus 5 is a multiple of 3. എങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? ആദ്യം ആ പി ഓഫ് എൻ നമ്മൾ എഴുതി. എന്താണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 5. ഇനി പി ഓഫ് 1 കാണാം. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിന് പകരം 1 കൊടുക്കുക. ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 ഇൻറ്റു n പ്ലസ് 1 1 പ്ലസ് 1 അല്ലേ? 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 പ്ലസ് 5 എന്ന് കിട്ടും.
1 + 1 എന്ന് പറഞ്ഞാൽ 2 ആണ്, 1 + 5 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ എന്ത് കിട്ടി? 1 × 2 × 6 എന്ന് കിട്ടി, = 12 എന്ന് കിട്ടും. 12 എന്നുള്ളത് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? 3 × 4 = 12, സോ 12 = മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ ട്രൂ ആണ് അല്ലേ? P(1) ട്രൂ ആണ്. അപ്പോൾ നമ്മൾക്ക് P(1) ട്രൂ ആണെന്ന് കിട്ടി. എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമ്മൾ അസ്യൂം ചെയ്യുക P(k) ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം P(k) = k × k + 1 × k + 5 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? P(k + 1) കാണണം അല്ലേ? Therefore P(k + 1) = ഇവിടെ kക്ക് പകരം k + 1 കൊടുക്കുക. അപ്പോൾ എന്തായി? k + 1 ആയി. ഇവിടെ kക്ക് പകരം k + 1 കൊടുക്കുമ്പോൾ k + 1 + 1 k + 2 ആയി. ഇവിടെ kക്ക് പകരം k + 1 കൊടുക്കുമ്പോൾ k + 1 + 5 എന്തായി? k + 6 ആയി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ k + 1നെ ഞാൻ അതേപോലെ എഴുതി, k + 1 എന്ന് എഴുതി. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? k × k എന്ന് പറഞ്ഞാൽ k², k × 6 6k പ്ലസ് 2 × k 2k, 2 × 6 12 എന്ന് കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? k² + 6k + 2k + 12. 6k + 2k എന്ന് പറഞ്ഞാൽ 8k ആണ്. അപ്പോൾ എന്ത് കിട്ടി? k + 1 × k² + 8k + 12 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ ഈ 8kനെ ഞാൻ 5k + 3k എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റ്. എന്തുകൊണ്ടാണ് 5k എഴുതാൻ കാരണം? നമുക്ക് k + 5 ഒക്കെ കിട്ടണം അല്ലേ? k + 5 ഒക്കെ വരണം ഇതിൽ. കാരണം ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് k + 5 k × k + 1 × k + 5 ട്രൂ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 8kക്ക് പകരം 5k + 3k എന്ന് എഴുതി. അപ്പോൾ എന്ത് കിട്ടും? k + 1 × k² + 5k + 3k + 12 എന്ന് എഴുതി. ഈ സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പ് k + 1 × k² + 8k + 12നെ ഈ 8k എന്നുള്ളതിനെ ഞാൻ 5k + 3k എന്ന് എഴുതി. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. എന്തിനാണെന്ന് വെച്ചാൽ 5k + 3k നമ്മുടെ ഇവിടെ k + 5 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 5 വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ഇനി ഫാക്ടറൈസ് ചെയ്താൽ ഇതുപോലെ കിട്ടും. അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്തായി? k + 1 × k² + 5k + 3k + 12 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ k + 1 അങ്ങനെ തന്നെ എഴുതി. ഈ പാർട്ടിനെ ഈ k² + 5k അതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെന്ന് എഴുതി? k × k + 5 എന്ന് എഴുതി. എഴുതിക്കൂടെ? ഈ k² + 5kയിൽ നിന്നും k കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ k × k + 5 എന്ന് എഴുതി. ഈ പാർട്ടിൽ നിന്നും 3k + 12ൽ നിന്നും 3 കോമൺ ആയിട്ട് എടുത്തു. 3 എടുക്കുമ്പോൾ എന്ത് വരും? 3k. അപ്പോൾ 3 എടുത്താൽ ബാക്കി k വരും. 12 കഴിഞ്ഞാൽ 3 × 4 12 k + 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ k × k + 5 + 3 × k + 4 എന്ന് കിട്ടി. ഇനി നമ്മൾ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. k + 1 × k × k + 5 k + 1 × k × k + 5. അതിനൊരു ഓർഡറിൽ ഞാൻ എഴുതിയെന്തെന്ന്? k × k + 1 × k + 5 എന്ന് എഴുതിക്കൂടെ? അത് കഴിഞ്ഞു. പ്ലസ് വീണ്ടും k + 1നെ ഈ പാർട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. k + 1 × 3 × k + 4. അതിന് ഓർഡറിൽ എഴുതിയത് 3 × k + 1 × k + 4 എന്ന് എഴുതി. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വളരെ സിമ്പിളാണ്. ഇത്രയും ഇതിൽ അറിയാനുള്ളൂ. മനസ്സിലായല്ലോ? അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? ഈ k + 1നെ നമ്മൾ ഈ പാർട്ട് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ k + 1നെ ഈ പാർട്ട് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം k + 1 × k × k + 5. അതിന് ഓർഡറിൽ എഴുതുക. ആദ്യം ഈ k എഴുതി, പിന്നെ k + 1 എഴുതി, പിന്നെ k + 5 എഴുതി. പ്ലസ് വീണ്ടും k + 1നെ ഈ 3 × k + 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതും ഓർഡറിൽ എഴുതി. ആദ്യം 3 എഴുതി, പിന്നെ k + 1 എഴുതി, പിന്നെ k + 4 എഴുതി. ഇനി നോക്കിയേ, k × k + 1 × k + 5 നമ്മൾ അസ്യൂം ചെയ്തതല്ലേ? k × k + 1 × k + 5 ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടി? ഇത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഈ ഭാഗം നമുക്ക് കിട്ടി, മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് കിട്ടി. ഇനി അടുത്ത പാർട്ട് ഇതല്ലേ? 3 × k + 1 × k + 4. ഇവിടെ 3 ഉണ്ട് അല്ലേ? അപ്പോൾ എന്താണ് അത്? ആ പാർട്ടും
3 ഉള്ളത് കൊണ്ടത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. അപ്പോൾ ഈ പാർട്ട് നമുക്ക് എന്ത് കിട്ടി? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് കിട്ടി. മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് 3 ഇസ് ഈക്വൽ ടു അഗെയിൻ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ എന്ത് കിട്ടി? പി ഓഫ് കെ പ്ലസ് 1 എന്നുള്ളത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ, ദെർഫോർ the statement n into n plus 1 into n plus 5 is multiple of 3 for all small n belongs to capital N എന്ന് എഴുതിയിട്ട് പ്രോബ്ലം കൺക്ലൂഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി പുതിയ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്.